ബി.ജെ.പിയെ രൂക്ഷമായി വിമർശിച്ച കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയിൽ മുഖപ്രസംഗം. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് 2026 കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി.ജെ.പി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി.ജെ.പിയുടെ നയങ്ങളെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണെന്ന് ദീപിക ദിനപത്ര മുഖപ്രസംഗത്തിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, അതേസമയം കേരളത്തിൽ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നുവെന്നും കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ വിശദീകരിക്കുന്നു. വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ ബി.ജെ.പി വെട്ടിത്തെളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് 3 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി.ജെ.പി എം.എൽ.എ ഗോപീചന്ദ് പതൽക്കർ. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കുകൾ ഒഡീഷയിലുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 4 തങ്ങൾ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബി.ജെ.പി അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ഇത് 127 മാത്രമായിരുന്നു. അഖിൽ ടി.എസ്, കൈരളി ന്യൂസ്.